ദേവികുളം മണ്ഡലത്തിലാണ് ഇന്നിപ്പോൾ ഇടുക്കി ആർക്കൊപ്പം എത്തി നിൽക്കുന്നത്. ഇപ്പോൾ ദേവികുളം മണ്ഡലത്തിലെ അടിമാലി ഗ്രാമപഞ്ചായത്തിലാണ് നമ്മളുള്ളത്. അടിമാലി ടൗണിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇവിടുത്തെ വോട്ടർമാർക്ക് എന്താണ് പറയാനുള്ളത് നമുക്ക് നോക്കാം. ചേട്ടാ, ഇത്തവണ വോട്ട് ചെയ്യണ്ടേ? വോട്ട് ചെയ്യണമല്ലോ. അപ്പോൾ ഇത്തവണ ഇടുക്കി ആർക്കൊപ്പം ആയിരിക്കും? ആർക്കൊപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടേതായ കാര്യങ്ങൾ ഞാനിപ്പോൾ മാർഷൽ പാർട്ടിയായിട്ട് ജീവിക്കുന്നത്. അല്ലെങ്കിൽ നമുക്കത് മുന്നോട്ട് പോകണം. അവരായിട്ട് മുന്നോട്ട് പോയാൽ നമുക്ക് മിടുക്കായിരിക്കണം. വോട്ട് ചെയ്യണ്ടേ? വോട്ട് ചെയ്യണ്ടേ? ഓക്കെ. ഇത്തവണ ഇടുക്കി ആര് ജയിക്കണം എന്നുള്ളതാണ് ആഗ്രഹം. ഡീൻ കുര്യാക്കോസ്. അങ്ങനെ പറയാനുള്ള കാരണം മറ്റവൻ ലോക കള്ളാണ്. അപ്പോൾ അതുകൊണ്ട് ഡീൻ ജയിച്ചാൽ കൊള്ളാമെന്ന്. പിന്നെ കോൺഗ്രസ് ഇന്ത്യ ഭരിക്കണമെന്നുണ്ട്. ഇടുക്കി ആര് ജയിക്കണം എന്നുള്ളത് ആഗ്രഹം. എപ്പോഴും ഞങ്ങൾ കോൺഗ്രസ്സുകാർ ജയിച്ചു നിൽക്കണമെന്നോ. പക്ഷെ ജയിക്കണില്ലല്ലോ. ഞങ്ങളുടെ 8ാം വാർഡിൽ തന്നെ 20 വർഷമായിട്ട് കമ്മ്യൂണിസ്റ്റുകാർ തന്നെ ഇരിക്കുക. പിന്നല്ലാതെ ഞങ്ങൾക്ക് ഈ പ്രാവശ്യമെങ്കിലും ഞങ്ങളുടെ ഒരു നമ്പർ വന്നായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് വലിയ ഗുണമുണ്ടായിരുന്നു. അപ്പോൾ ഇടുക്കിയിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുമല്ലേ? ഡീൻ കുര്യാക്കോസ് ഉണ്ട്, നിങ്ങളുടെ UDF-ന്റെ. അതുപോലെ തന്നെ LDF-ന്റെ ജോയ്സ് ജോർജ് ഉണ്ട്. അതുപോലെ തന്നെ BJP-യുടെ സംഗീത വിശ്വനാഥനുണ്ട്. ഇതിൽ ആര് ജയിക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ കുര്യാക്കോസ് ജയിക്കണം. എന്നാലല്ലേ ഞങ്ങൾക്ക് അതുകൊണ്ട് ഗുണമുള്ളൂ. എൻ്റെ ആഗ്രഹം. അതെ. ഓക്കെ. അപ്പോൾ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ എന്താ താല്പര്യം? പ്രത്യേകിച്ച് താല്പര്യം നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഒരുപാട് ഫ്ലെക്സുകൾ, ബോർഡുകൾ, പ്രചാരണ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പ് ബന്ധപ്പെട്ടുകൊണ്ട്. ഇതിൽ ആര് വിജയിച്ച് കാണണമെന്നാണ് ആഗ്രഹിക്കുന്നത്? ചേച്ചി, ഇത്തവണ വോട്ട് ചെയ്യണ്ടേ? വോട്ട് ചെയ്യണം. ഇത്തവണ ഇടുക്കി ആര് ജയിച്ച് കാണണമെന്നാണ് ആഗ്രഹം. ആര് ജയിച്ചാലും നമുക്ക് ഒരുപോലെ ഒരു പ്രയോജനമല്ല. പിന്നെ ഉമ്മൻചാണ്ടി ഇരുന്നപ്പോൾ കുറച്ചുകൂടെ നല്ലതായിരുന്നു. ഇത്തവണ വോട്ട് ചെയ്യണ്ടേ? പിന്നെ വോട്ട് ചെയ്യണ്ടേ? ഓക്കെ. ഇത്തവണ ഇടുക്കി ആര് ജയിക്കണം എന്നുള്ളതാണ് ആഗ്രഹം. ഇടുക്കി ഇന്ത്യ ജയിക്കണമെന്ന് എൻ്റെ അഭിപ്രായം. ഇന്ത്യ. ഓക്കെ. അതെന്താ അങ്ങനെ ഒരു അഭിപ്രായം പറയാം? പറഞ്ഞ് രണ്ട് മുന്നണികളും അറേഞ്ച്മെന്റ് ഒന്നും ചെയ്തിട്ടില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വന്യജീവി ആക്രമണം തടയാൻ സാധിച്ചിട്ടില്ല. ഇവരെല്ലാം ഈ ഫണ്ട് മേടിച്ച് വിനിയോഗിച്ചിട്ടില്ല. ഒന്നാമത്തെ കാര്യം അത് തന്നെ. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അത് തന്നെയാണ്. ഇത്തവണ വോട്ടൊക്കെ ചെയ്യണ്ടേ? വോട്ട് ചെയ്യണ്ടേ? അപ്പൊ ഇത്തവണ ഇടുക്കി ആര് ജയിക്കണമെന്ന് ആഗ്രഹം? ഇടുക്കി ജയിക്കാൻ ഫ്രാൻസിസ് ജോർജ്. ഫ്രാൻസിസ് ജോർജോ ജോയ്സ് ജോർജോ? ജോയ്സ് ജോർജ്. ചേട്ടാ, ഇത്തവണ ആര് ജയിക്കുന്നുള്ള? ഡീൻ കുര്യാക്കോസ്. ആര് ജയിക്കും? ആര് ജയിക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എങ്കിൽ ആര് ജയിക്കണമെന്ന് ആഗ്രഹം? എനിക്കിപ്പോൾ ഇടുക്കിയിലിപ്പോൾ ആര് ജയിച്ചാലും വേണ്ട, നമുക്ക് നല്ല ആളായിരിക്കും ജയിച്ചു തന്നെ. അത്രേ ഉള്ളൂ. ഇത്തവണ വോട്ട് ചെയ്യണ്ടേ? വോട്ട് ചെയ്യണം. ഓക്കെ. അപ്പൊ ഇത്തവണ ഇടുക്കിയിൽ ആര് ജയിച്ചു വരും എന്നുള്ളതാണ് ഒരു പ്രതീക്ഷ. അങ്ങനെ പ്രതീക്ഷ പ്രത്യേക രാഷ്ട്രീയമൊന്നുമില്ല. നല്ല സേവനം ചെയ്യുന്ന ഒരാളാവണമെന്ന് മാത്രം. ഇത്തവണ വോട്ട് ചെയ്യണ്ടേ? വോട്ട് ചെയ്യണം. ഇടുക്കി ആര് ജയിക്കണമെന്നുള്ളത് ആഗ്രഹം. ദൈവം തമ്പുരാന് മാത്രം അറിയാം. അല്ലാണ്ട് വേറെ ആർക്കും അറിയാൻ പാടില്ല. നമ്മളിപ്പോൾ ആഴ്ചയിൽ വേറെ ആൾക്കാർ വോട്ട് ചെയ്തെന്നത് ജയിക്കണമെന്നുണ്ടോ? അപ്പൊ അവര് ദൈവം തമ്പുരാന് മാത്രമേ അറിയാം. ആര് ജയിക്കണമെന്നുള്ളത് ആഗ്രഹം. ജയിക്കണമെന്നുണ്ട്, കോൺഗ്രസ്സുകാർ ജയിക്കണമെന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ചർച്ചകൾ വല്ലതും ആണോ? ഇത്തവണ ഇടുക്കി ആര് ജയിക്കുന്നുള്ളതാണ് ഒരു കാഴ്ചപ്പാട്. ഇടുക്കി നല്ല പൊരിഞ്ഞ മത്സരമാണ് നടക്കുന്നത്. രണ്ടുപേരും നല്ല തുല്യ ശക്തിയാണ്. നല്ല മത്സരമാണ്. ആര് ജയിച്ചാലും നമ്മുടെ കേരളത്തിന് വേണ്ടി വർത്തമാനം പറയുന്നവരായിരിക്കണം പാർലമെന്റ്. അത്ര മാത്രമേ ഉള്ളൂ. കേരളത്തിന് വേണ്ടി വർത്തമാനം പറയണം. അല്ലെങ്കിൽ ഇത് നമ്മുടെ തമിഴ്നാടിനെ കണ്ടുപിടിക്കട്ടെ. തമിഴ്നാട്ടിൽ ജയിക്കുന്ന എല്ലാ MPമാരും അവർ തമിഴ്നാടിന് വേണ്ടി വർത്തമാനം പറയുന്നവരാണ്. നമ്മുടെ രാഷ്ട്രീയമല്ല ഇവിടെ പ്രധാനം. നമ്മൾ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള എന്തെല്ലാം ചെയ്യാൻ പറ്റും അത് പാർലമെന്റിൽ ഉയർത്തുക എന്നുള്ളത് നമ്മുടെ കേരളത്തിന്റെ അവകാശമാണ്. അതിനുവേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് മാത്രം. അത് ആര് ജയിച്ചാലും നമ്മൾ എന്ത് ചെയ്യാം. അങ്ങനെ അതൊക്കെ തന്നെ എൻ്റെ അഭിപ്രായം. വേറെ ഒന്നുമില്ല. നല്ലതിന് വേണ്ടി പരിചയ കിട്ടുന്ന ആര് ജയിച്ചാലും നല്ല ചെയ്യുക. ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ചിട്ട് ആര് ജയിക്കും അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല. വെച്ച് വോട്ട് ചെയ്യണ്ടേ? പിന്നെ വോട്ട് ചെയ്യണം. വോട്ട് ചെയ്യണം. അപ്പൊ ഇത്തവണ നമ്മൾ ഇവിടുത്തെ ട്രെൻഡൊക്കെ അനുസരിച്ച് ആര് ജയിക്കും എന്നുള്ളതാണ്. ഇവിടെ ജോയ്സ് ജോർജ് ചെയ്യും. കാരണം ജോയ്സ് ജോർജ് ഇതിനു മുമ്പ് ഭയങ്കര വികസന പ്രവർത്തനമായിരുന്നു. പിന്നെ ഈ ഡീൻ എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞ പാർലമെൻറ്റിൽ പോലും ശരിക്കും പ്രവർത്തിക്കായിട്ട് നമുക്ക് മനസ്സിലാകുന്നില്ല. ഡീൻ അതുകൊണ്ട് ഡീൻ പരാജയപ്പെടും. ജോയ്സ് ജോർജ് ജയിക്കും. അയാൾ നല്ല ഇടുക്കിക്ക് വേണ്ടി നന്നായിട്ട് ഇടപെട്ടിട്ടുണ്ട്. ഇവിടുത്തെ പ്രത്യേകിച്ച് ഇവിടുത്തെ നമ്മുടെ ഈ ഇടുക്കി ജില്ലയിലെന്ന് പറഞ്ഞാൽ ഭൂമി സംബന്ധമായ കാര്യങ്ങളിലെല്ലാം നന്നായിട്ട് ഇടപെട്ടിട്ടുള്ള ഒരു മനുഷ്യനാണ് നമ്മുടെ ജോയ്സ് ജോർജ്. അതുകൊണ്ട് വമ്പിച്ച ഒരു വിഷയത്തിൽ ഇതാണ് ജോയ്സ് ജോർജ് ജയിക്കുന്നത്. ഇവിടെ ഇപ്പം ജോയ്സ് ജോർജ് ആയാലും അവിടെ കേന്ദ്രത്തിൽ ചെല്ലുമ്പോൾ പറയുകയാണെങ്കിൽ അവർക്ക് സീറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഡീൻ ജയിച്ചാലും ഒന്നും പറയില്ലെങ്കിൽ അവിടെ ചെന്നാലും പറയുള്ളൂ. അവിടെ ഡീൻ ജയിക്കുകയായിരിക്കും അവിടെ നിന്ന്
കേന്ദ്രത്തിൽ പോയി പറയാനുള്ള സാധ്യതയുള്ളൂ. എന്തെങ്കിലും ഒരു പാർട്ടി എന്ന നിലയിൽ അവിടെ പറയുകയാണെങ്കിൽ ഒരു ദേശീയ പാർട്ടി എന്ന നിലയിൽ പറയുകയാണെങ്കിൽ കോൺഗ്രസ് ജയിച്ചതിൻ്റെ കാര്യമുള്ളൂ. അടുത്ത് പറയാൻ നിങ്ങൾക്ക് പറയാം കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ട് എന്നാ കാര്യം, കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് അവിടെ ചെന്നിട്ട് ഇപ്പൊ അവര് മത്സരിക്കുന്ന പറഞ്ഞാൽ BJP-ക്കെതിരെയാണ്. അവിടെ ചെന്ന് പറയാൻ ദേശീയ പാർട്ടികളെ പോകാൻ സാധ്യതയുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഏറ്റവും നമ്മുടെ ഈ സാഹോദര്യം നിലനിർത്തുന്നതിന് വേണ്ടി ഇവിടെ ഇടതുപക്ഷം ജയിക്കണം. എന്നാലാണ് നമ്മുടെ ഈ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസ്ലിമോ എല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്ന ഈ വർഗീയവാദവും മതതരത്വവും കാത്തു സൂക്ഷിക്കാൻ ഇടതുപക്ഷം ജയിച്ചാൽ മാത്രമേ ഉള്ളൂ. ഇവിടെ കേരളത്തിൽ മാത്രമല്ലാണ്ട് അവിടെ കേന്ദ്രത്തിൽ പറ്റിയും പറയാൻ പറ്റുമോ? ആൾക്കാർ സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടോ? ഏതായാലും ഇവിടെ ഈ ഇടതുപക്ഷം ജയിക്കും ഉറപ്പാണ്. അവിടെ വോട്ട് കൂടുതൽ ആൾ ജയിക്കും, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. വളരെ മനോഹരമായുള്ള ഒരു ചർച്ചയാണ് എന്തായാലും അടിമാലി നമുക്ക് കിട്ടിയത്. എന്നാലും രണ്ടുപേരും അവർക്ക് വേണ്ടിയിട്ട് രണ്ടുപേരുടെ പക്ഷവും പറഞ്ഞു. വർഗീയതയും ഒപ്പം തന്നെ മതസൗഹാർദ്ദം നിലനിർത്തുന്നതിനെ കുറിച്ചിട്ട് ഒരാൾ പറഞ്ഞുവെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ഇന്നത്തെ കാലഘട്ടത്തിലെ ആവശ്യകതയെ കുറിച്ചിട്ടാണ് മറ്റേ ആൾ സംസാരിച്ചത്. എന്നാലും വളരെ മനോഹരമായ രീതിയിൽ തന്നെ രണ്ടുപേരും പറഞ്ഞു. അവരുടെ അഭിപ്രായം അവർ പങ്കുവച്ചു. ഓക്കെ ഏട്ടാ.